We'll be driving down the state, yeah. Looking around for the next crowd, yeah. Going our own way, trying to find a new route, yeah. We'll be going in circles. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ റിക്വസ്റ്റ് ചെയ്ത വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. കുറേ നമ്മൾ വീഡിയോ ചെയ്ത ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരുപാട് ആൾക്കാർ നമ്മൾ ഡെയിലി ലൈഫ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ ഫാമിലിയിൽ ഒരു മെമ്പർ ആവാൻ നോക്കുക. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡേ ഫുള്ളായിട്ട് ഞാൻ കിച്ചണിൽ കയറാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഉമ്മാക്ക് സുഖമില്ലാണ്ട് ഉമ്മാൻ്റെ ജോബ് കൂടി ഞാൻ എടുക്കേണ്ടി വന്നൊരു ദിവസമാണ് ഇന്ന്. അപ്പോൾ അത്യാവശ്യം എനിക്ക് കിച്ചണിൽ നിന്ന് ഇറങ്ങാൻ തന്നെ പറ്റില്ലെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നൈറ്റിൽ കിടന്നപ്പോൾ ഒരുപാട് പാത്രം ഒക്കെ അവിടെ ഇട്ടിട്ടാണ് ഞാൻ കിടന്നത് കേട്ടോ. കാരണം ഒരുപാട് ഉണ്ടായിരുന്നു. അപ്പോൾ ബാക്കി രാവിലെ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ രാവിലെ നീറ്റപ്പോൾ അതിലേറെ മടിയായി. രാവിലെ തന്നെ നീറ്റപ്പോൾ അടുക്കളയിൽ ആകെ പാത്രമുണ്ട്, അതൊക്കെ ക്ലീൻ ആക്കിയിട്ട് വേണം ബാക്കിയുള്ളതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എളുപ്പമാർഗ്ഗം നോക്കി അരിപ്പൊടി വെച്ചിട്ട് പെട്ടെന്ന് വെള്ളം ഒഴിച്ചിട്ടുള്ള ദോശ ചുടാന്ന് വിചാരിച്ചു. അതാകുമ്പോൾ പരിപാടി വേഗം കഴിയുമല്ലോ. പത്തിരിയൊക്കെ ആകുമ്പോൾ എന്തായാലും കുറേ പണിയെടുക്കണ്ടേ. അപ്പോൾ അത് ഞാൻ കുറച്ച് ഉപ്പും വെള്ളം പാകം ചെയ്തിട്ട് നല്ല ലൂസ് ബാറ്റർ ആക്കിയതിന് ശേഷം ഒരു പാൻ വെച്ചിട്ട് ഒഴിച്ചു കൊടുത്ത് അങ്ങനത്തെ ദോശയായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു വീഡിയോയിൽ ഒരുപാട് റെസിപ്പിയും കാണാം കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. അപ്പോൾ ആദ്യം ഞാൻ അത് ഉണ്ടാക്കുന്നതിന് മുന്നേ ആദ്യം ഒരു അടുപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. ഒന്നും ചെയ്യാതെ രാത്രി കിടന്നതായിരുന്നു. ഒരുപാടുണ്ടായിരുന്നു, പാത്രവും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കിച്ചൺ ആകെ അലങ്കോലമായി കിടക്കുകയായിരുന്നു. ഉമ്മാക്ക് സുഖമില്ല. അപ്പോൾ ഉമ്മാൻ്റെ ജോലിയോട് ഞാൻ എടുക്കേണ്ടി വന്നു. ഇന്നത്തെ ദിവസം എന്തായാലും പണി കണ്ടപ്പോൾ എനിക്ക് തോന്നി പുറത്ത് എവിടെ എനിക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ തൽക്കാലം ഇന്ന് ഫുള്ള് വീട്ടിലിരിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ ജസ്റ്റ് ആ ചായക്ക് വെള്ളം വെച്ചതിന് ശേഷം ദോശ ചുടാൻ വേണ്ടിയിട്ട് ഒരുങ്ങുകയാണ്. അപ്പോൾ അസു എണീറ്റിട്ടില്ല. അവൻ എണീക്കുന്നതിന് മുന്നേ വല്ല ദോശയൊക്കെ ആക്കാമെന്നുള്ള പ്ലാനായിരുന്നു. ആ ഒരു ഇത് ഏകദേശം ആയപ്പോൾ അവൻ എണീറ്റ് കിട്ടും. അപ്പോൾ പിന്നെ ബാക്കിയുള്ള അവൻ്റെ കാര്യങ്ങൾ നോക്കണം. എല്ലാം കൂടിയായിട്ട് ആകെ ഒരു ദിവസം എല്ലാം കൂടിയായിട്ടുള്ള ദിവസമായിരുന്നു. അപ്പം നമുക്ക് ഇതിൽ ബാക്കിയുള്ള കൂടി നമുക്ക് നോക്കാം. ചായ തളിച്ചപ്പോൾ ഞാൻ പൊടി ഇട്ട് പിന്നെ ഏകദേശം ദോശയൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കഞ്ഞി അടുപ്പത്ത് വെക്കണം. ഉമ്മാക്ക് പെട്ടെന്ന് കഞ്ഞി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് കഞ്ഞി ആ ഒരു ഇത് ഗ്യാസിൽ വെച്ചതിന് ശേഷം പിന്നെ ഞാൻ കറി വെക്കാൻ വേണ്ടിയിട്ട് ഉരുളങ്ങയും കാര്യങ്ങളൊക്കെ അരിയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിൽ ഹസു എണീറ്റിട്ടുണ്ട്. അപ്പോൾ അവന് വേഗം ഞാൻ ദോശയൊക്കെ കുറച്ച് പഞ്ചസാരയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്ത് അവന് പിന്നെ എന്ത് ഭക്ഷണം കഴിക്കുകയാണെങ്കിലും മുന്നിലൊരു കാർട്ടൂണോ അല്ലെങ്കിൽ യൂട്യൂബ് തുറക്കണം, എന്നാലേ അവൻ്റെ വായയ്ക്ക് എന്തെങ്കിലും ഒന്ന് പോവുള്ളൂ. അപ്പോൾ ഇന്ന് വല്ല അവനോട് കഴിക്കാൻ വന്നിട്ട് അവിടെ സൈഡിലാക്കിയതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ആക്കി വെച്ച വെള്ളം തിളച്ചിട്ടുണ്ട്, അതിലേക്ക് കഞ്ഞിൻ്റെ അരി ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന മിക്സ്ഡ് ആയിട്ടുള്ള ഉരുളങ്കിഴങ്ങും കാര്യങ്ങളൊക്കെ ഇട്ടുള്ള സ്പെഷ്യൽ കറിയാണ് കേട്ടോ. ഇതുണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. എല്ലാം കൂടി അരിഞ്ഞിട്ട് നമ്മൾ കുക്കറിലിട്ടൊന്ന് വിസിൽ എഴുതിച്ചിട്ട് അതിന് ശേഷം ഒന്ന് വറവി തൂമ്പിച്ചെടുത്താൽ മതി. പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ പത്തിരിക്കൊക്കെ. അപ്പോൾ അത് ഉണ്ടാക്കാം നമുക്ക്. ഈ കറി ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. നമ്മൾ മുളക് പൊടി അങ്ങനത്തെ പൊടികളൊക്കെ ഇട്ടിട്ട് ഒന്ന് ആ ഒരു വെള്ളത്തിലിട്ടുണ്ട് വേവിച്ചെടുത്താൽ മതി. അപ്പം നമ്മൾ അത് കുക്കറിലാണ് ഇതാക്കി 2 വിസിലിൻ്റെ ആവശ്യമുള്ളൂ. അപ്പം നമുക്ക് ഒരുപാട് പാത്രം ഇനിയും ഓറാനുണ്ട്, ഒന്നും തീർന്നിട്ടില്ല. അതിൻ്റെ ഇടയിൽ കൂടെ ഹസ്ബൻഡിൻ്റെ കാര്യങ്ങൾ നോക്കണം. എല്ലാം കൂടി ആയിട്ട് ആകെ ഒരു ഇതാണ്. പിന്നെ ബ്രദറിന് ഷോപ്പിൽ പോകുമ്പോൾ അവനുള്ള ചായ ഉണ്ടാക്കി കൊടുക്കണം. എല്ലാം കൂടി ഒരു വിധമായിട്ടുണ്ട്. കാരണം പിന്നെ ആ ഒരു ടൈമിൽ അവന് എന്തെങ്കിലും കഴിക്കാൻ വേണമെന്ന് പറഞ്ഞാൽ വല്ല വത്തയ്ക്ക് കൊടുത്തിട്ട് അവിടെ സൈഡാക്കിയതാണ്. പിന്നെ എനിക്ക് വേണ്ടിയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. ഞാൻ ഗോതമ്പിൻ്റെ ദോശയാണ് കേട്ടോ ചുടാൻ പോകുന്നത്. കാരണം ചെറിയതായിട്ട് ഡയറ്റിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാര്യമായിട്ടൊന്നുമില്ല. നമ്മൾ ഗോതമ്പ് പൊടിയിലേക്ക് കുറച്ച് വെള്ളമൊക്കെ മിക്സ് ചെയ്തിട്ട് അതുപോലെ ഒന്ന് ചുട്ടെടുത്താൽ മതി. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ചപ്പാത്തി ആകുമ്പോൾ പരത്തി ഉണ്ടാക്കി കുറേ പണിയെടുക്കണ്ട. അപ്പോൾ ഇതാകുമ്പോൾ പെട്ടെന്ന് കയ്യല്ലോ വെച്ചിട്ട് ഇന്നെല്ലാം ഞാൻ എത്രത്തോളം സിമ്പിളാകാൻ പറ്റും അത്രത്തോളം സിമ്പിളായ പരിപാടിയാണ് എടുക്കുന്നത്. പിന്നെ ഞാൻ ഇന്നലെ നൈറ്റിൽ ഇടാൻ മറന്നിട്ടുണ്ടായിരുന്നു കസ്കസ് വെള്ളത്തിലിട്ട് കുതിർത്താൻ വേണ്ടിയിട്ട് എൻ്റെ ഡയറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ഡ്രിങ്കാണ്. അപ്പം ഞാൻ ഈ ഒരു പാത്രം കേൾക്കുന്ന ഈ ഒരു ടൈമിൽ വല്ല അത് കുതിർത്തി വെച്ച്, കാരണം അതൊരു 2-3 മിനിറ്റ് ആകുമ്പോൾ പെട്ടെന്ന് കുതിർന്ന് കിട്ടുമല്ലോ.
അപ്പോൾ അത് അവിടെ സൈഡിലാക്കിയതിന് ശേഷം ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ ക്ലീൻ ആക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ അസുവിൻ്റെ ഓരോ വിക്രസ് ഉണ്ട്. അവന് നാരങ്ങ വെള്ളം വേണമെന്ന് പറഞ്ഞാൽ അതും ഞാൻ കലക്കി കൊടുത്ത്. ഒരു പണി എടുക്കുമ്പോൾ 2 പണി അവൻ തരുന്നുണ്ട്. ആ ഒരു ടൈമിൽ നമ്മൾ കുതിർത്തി വെച്ച് നമ്മൾ ചിയാ സീഡിൻ്റെ വെള്ളം ആയിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് നാരങ്ങയും അതുപോലെ തന്നെ ഹണിയും ചേർത്തിട്ട് ഞാൻ മിക്സ് ചെയ്ത് കുടിക്കുകയാണ് ചെയ്തത്. പിന്നെ ഞാൻ ഒരു ചപ്പാത്തി ഒരു ദോശയാണ് എടുക്കുന്നത്. അതും കുറേ വെജിറ്റബിളൊക്കെ ആയിട്ടാണ് ഞാനിപ്പോൾ ആഡ് ചെയ്ത് കഴിക്കാറ്. അപ്പോൾ അത് കഴിച്ച് പിന്നെ ഹസുവിനുള്ള ഫുഡൊക്കെ കൊടുത്ത് അങ്ങനെ. പിന്നെ ഇവിടെ പറഞ്ഞാൽ ഉമ്മ ഭക്ഷണം ഉണ്ടാക്കാറ് അധികം ഇങ്ങനത്തെ അടുപ്പിലാണ്. വിറകൊക്കെ കത്തിച്ചിട്ടാണ് അധികം ചോറൊക്കെ തീമിടാൽ. അപ്പോൾ എനിക്ക് ഏറ്റവും റിസ്ക് ഉള്ള പരിപാടി ഇതാണ് കേട്ടോ. കാരണം ഇക്കാൻ്റെ വീട്ടിൽ ഫുള്ള് ഗ്യാസ് ആയതുകൊണ്ട് എനിക്ക് ഇതിനെക്കുറിച്ചുള്ള ഒരു സിസ്റ്റവും അറിയില്ല. അപ്പോൾ കുറേ മണ്ണെണ്ണയൊക്കെ ഒഴിച്ചിട്ട് കുറേ വിറകൊക്കെ വെച്ചിട്ടാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. മണ്ണെണ്ണ ഒഴിക്കുമ്പോൾ പെട്ടെന്ന് കത്തുമല്ലോ, പക്ഷേ അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തീ അണഞ്ഞും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ ഉമ്മാനെ വിളിച്ചുകൊണ്ടെന്ന് ഉമ്മ കത്തിച്ച് തരേണ്ട അവസ്ഥ വന്ന്. കാരണം നമുക്കറിയാത്ത പണി നമ്മൾ എടുക്കുമ്പോൾ എന്തായാലും അതിലൊരു ഇതുണ്ടാവുമല്ലോ. പിന്നെ അതൊക്കെ ചോറ് അവിടെ ആകുന്ന ടൈമിൽ അകത്ത് അടിച്ചു വരലും പിന്നെ ബാക്കിയുള്ള ക്ലീനിങ്ങൊക്കെ ആയിട്ട് അങ്ങനെ പോയി. When we so young, I could never see forever. We go midnight driving down the lane, pretending the whole world was lame. അപ്പം നമ്മൾ നേരത്തെ തയ്യാറാക്കിയെടുത്ത് നമ്മൾ കഞ്ഞി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് ഉമ്മാക്കും കൊടുക്കണം, ഹസുവിനൊക്കെ കൊടുക്കണം. അപ്പോൾ ആ ഒരു ടൈമിൽ ഉപ്പാൻ്റെ കുറച്ച് മൃഗങ്ങളൊക്കെ ഉണ്ട് പുറത്ത്. കുറച്ച് ആടുകൾ, പശുക്കളൊക്കെ ഉണ്ട്. ഉപ്പാക്ക് അറവിൻ്റെ ജോബാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു സെക്ഷൻ തന്നെ ബാക്ക് ഭാഗത്തുണ്ട് കേട്ടോ. അപ്പോൾ അതുകൂടി നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇതൊക്കെ ഉപ്പാൻ്റെ ആടുകളാണ്. പിന്നെ അതുപോലെ തന്നെ ബാക്കിൽ ഒരുപാട് പശുക്കളുണ്ട്. ഇത് പാല് കറക്കുന്ന പശുവാണ്. പശുണ്ട്, അതുപോലെ തന്നെ പല ഐറ്റംസ് നമ്മളെ വീട്ടിലുണ്ട്. അപ്പോൾ ഇവിടെയാണ് അറവുശാല. ഇവിടെ നിന്നാണ് അറുത്തിട്ട് ഉപ്പ ഷോപ്പിലേക്ക് കൊണ്ടുപോകല്. അപ്പോൾ ഇവിടെ കുറേ എരുമകളും പോത്തുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊന്നും പിന്നെ വന്നാൽ ഈ ഒരു ഭാഗത്തേക്കേ പോകാറില്ല. ഇന്നിപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ ഇവിടെ വീടിൻ്റെ അടുത്തുള്ള കുറച്ച് കുട്ടികളുണ്ടാവും ഉപ്പാനെ സഹായിക്കാനും. ഇവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് മൃഗങ്ങളെന്ന് പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് അവരിവിടെ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ പിന്നെ ഞാൻ അടിച്ചു വരാണ്ട് എളുപ്പമാർഗ്ഗം നോക്കി മുറ്റത്തുള്ള ചമ്മലകളൊക്കെ പെട്ടെന്ന് പെറുക്കി ഒഴിവാക്കിട്ടോ. കാരണം അടിച്ചു വരാനുള്ള ചമ്മല ഇല്ലയാണോ. അപ്പോൾ ആ ഒരു പരിപാടി വേഗം കഴിച്ചു. അപ്പോൾ ഇതാണ് എൻ്റെ വീട് വരുന്നത്. അപ്പോൾ എൻ്റെ വീട്ടിലത്തെ കുറച്ച് ഉമ്മാൻ്റെ കുറച്ച് ഗാർഡനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വീട്ടിലത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് നമുക്ക് ഇതിൽ കാണാം. ഞങ്ങൾക്ക് 2 റൂമും മുകളിൽ 3 റൂമായിട്ടാണ് സെറ്റ് ചെയ്തത്. മുകളിലത്തെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല, ജസ്റ്റ് റൂമുകളൊക്കെ എടുത്ത് വെച്ചിട്ടേ ഉള്ളൂ. കാര്യമായിട്ട് പണിയൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇവിടെ ഒരു റൂമും പിന്നെ ഇവിടെ ഒരു കിച്ചണൊക്കെ ആയിട്ടാണ് ഉള്ളത്. എല്ലാ വീട്ടിലെ പോലെ സിമ്പിളായിട്ടുള്ള വീടാണ്. ഇതൊരു 10-40 വർഷമായിട്ടുണ്ടാവും ഈ ഒരു വീട് ഹൗസ് വാമിംഗ് ഒക്കെ കഴിഞ്ഞിട്ട്. ഏകദേശം അത്രയാണെന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, എന്നാലും ഒരുപാട് പഴക്കമുള്ള വീടാണ് കേട്ടോ. പിന്നെ കിച്ചൺ ഇതാണ്. കിച്ചൺ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. ഇത് കുറച്ച് കാലമായിട്ടുള്ള എടുത്തിട്ട്, കുറച്ചല്ല എന്നാലും അത്യാവശ്യമായി. ആദ്യം ഇത്ര സ്പേസ് ഇല്ലാത്ത കിച്ചണായിരുന്നു. നമ്മളൊരു വീട്ടിലാവുമ്പോൾ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ടായാലും നമുക്ക് നല്ല സുഖമാണ്. അപ്പോൾ ഏകദേശം എൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ നമ്മൾ അടുപ്പൊക്കെ തീ അണഞ്ഞിട്ടുണ്ട്. ഇനി രണ്ടാമത് ഉമ്മാനോട് കത്തിച്ചുണ്ടാക്കിയിട്ട് വേണം. ആ ഒരു ടൈമിൽ ഉമ്മാക്കുള്ള കഞ്ഞിയും കാര്യങ്ങളൊക്കെ കൊടുത്ത് പിന്നെ അസൂനുള്ള ഫുഡും കൊടുക്കേണ്ടിന്. അവനും കഞ്ഞിയാണ് കൊടുത്തത്. ഞാൻ 10 മണിക്ക് അവന് കഞ്ഞി കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഏത് നേരം അവന് ഫോണ് വേണം ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ. അപ്പോൾ ആ ഒരു ടൈമിൽ അവന് മുകളിൽ ഊഞ്ഞാലയിൽ ആടണം പറഞ്ഞ് അങ്ങോട്ട് കൊണ്ടുപോയി ചെയ്ത്. പിന്നെ നമുക്ക് അവിടുത്തെ കുറച്ച് പരിപാടികളൊക്കെ കാണാം.
മുകളിൽ ഇങ്ങനെ റൂം എടുത്തിട്ടിട്ടുള്ളൂ, പണികളൊന്നും കാര്യമായിട്ട് കഴിഞ്ഞിട്ടില്ല. ഒരു റൂമിൻ്റെ ഫിനിഷിങ് ആയിട്ടുണ്ട്, അതായിരുന്നു എൻ്റെ റൂം, എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ആക്കിയ. അവിടെ ഇപ്പം എൻ്റെ വലിയ ബ്രദർ കിടക്കുന്നുണ്ട്, അപ്പോൾ ആ ഒരു റൂം എനിക്ക് കാണിച്ചു തരാൻ പറ്റില്ല. അപ്പോൾ ഇത് ഉമ്മാൻ്റെ മെഷീനും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു റൂമാണ്. ഇനി പണി നടക്കണം, കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല കേട്ടോ മുകളിൽ, ഇനിയെല്ലാം കഴിയണം. അപ്പോൾ ആ ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം എനിക്ക് വാഷ് ചെയ്യണം. അപ്പം ഞാൻ എല്ലാ ഐറ്റംസും നമ്മളെ വാഷ് മെഷീനിലിട്ടിട്ട് നോക്കി. പിന്നെ നമുക്ക് ഉച്ചക്കേക്കുള്ള കറിയൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ എല്ലാം ഞാൻ കർമൂസ കറി വെക്കാമെന്ന് വിചാരിച്ച്, പുളിയൊക്കെ ഇട്ടിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ പരിപാടിയിലേക്ക് പോയി. ഇത് ഞാൻ എങ്ങനെ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ, നമ്മൾക്ക് പപ്പായ എല്ലാം കട്ട് ചെയ്ത് അതിലേക്ക് എല്ലാ പൊടികളിട്ടിട്ട് പുളി ഇട്ടിട്ട് ഞാൻ തീമിട്ട്, പിന്നെ നമുക്കതിൽ തേങ്ങ അരക്കാമെന്ന് വിചാരിച്ചിട്ട്, പിന്നെ ആ ഒരു ടൈം കൊണ്ട് നമ്മൾ മീൻ കൊണ്ടുവന്നിട്ടുണ്ട് ഉപ്പ. അപ്പോൾ അതിലേക്ക് ഞാൻ മീനെല്ലാം മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ കുറച്ച് നാരങ്ങ നീരൊക്കെ ഒഴിച്ചിട്ട് ഞാൻ മസാല കൂട്ടി വെച്ചതാണ്. പിന്നെ ഞാൻ ഉപ്പേരിയായിട്ട് പയറാണ് വെച്ചത്. പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ കറിയിലേക്ക് വേണ്ടിയിട്ട് തേങ്ങ അരക്കേണ്ടിയിരുന്നു. അപ്പോൾ ആ ഒരു ഇതെല്ലാം കഴിഞ്ഞു. പിന്നെ നമ്മൾ മീനും പൊരിച്ചെടുത്തു കേട്ടോ. അപ്പോൾ ഏകദേശം കിച്ചണത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അലക്കിയതൊക്കെ ഒന്ന് നമുക്കതൊക്കെ ഒന്ന് ചിക്കണം. അതിനുവേണ്ടി ഞാൻ പുറത്തിറങ്ങുകയാണ്. പൂച്ചയാണ് കേട്ടോ, വളർത്തുന്നല്ല, അവിടെ ഉള്ളതാണ്. ഒരുപാട് കുട്ടികളുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ എന്നാലും ഒരു പേടിയാണ്. ഇവിടെ ഒരുപാട് പൂച്ചക്കുട്ടികളുണ്ട്. ഇത് നമ്മൾ വളർത്തുന്നതല്ല, എന്നാലും നമ്മളെ വീട്ടിൻ്റെ അകത്തൊക്കെ ആയിട്ട് ഓടിച്ചാടി നടക്കുന്ന പൂച്ചക്കുട്ടികളാണ്. അപ്പോൾ ഈ കുട്ടികൾ എപ്പോഴും ഇവിടെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ ഹസ്ബൻഡിന് ഇനി ചോറൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ച്, അവൻ എപ്പം നിങ്ങൾ കാണുമ്പോഴും അവൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടാവും കേട്ടോ. അവനിപ്പോൾ കുറച്ചായിട്ട് ഫോണില്ലാതെ ഭക്ഷണം കഴിക്കില്ല എന്നുള്ളൊരു ഇതായിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് രാത്രിക്കേക്കുള്ള ഫുഡ് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്, ഇന്നത്തെ ദിവസമാണ് ഞാൻ എങ്ങോട്ടും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ ഫുൾ ടൈം ജോബ്, അടുക്കളയിൽ മാത്രമായൊരു ദിവസം. കാരണം ഉമ്മാക്കൂടി സുഖമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഇത്രയും ജോബ് ഞാൻ ഏറ്റെടുക്കേണ്ടി വന്നേ. അല്ലെങ്കിൽ പിന്നെ ഇത്ര പണിയൊന്നും എനിക്ക് ഉണ്ടാവാറില്ല കേട്ടോ. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ രാവിലെ ഉച്ചക്കേക്ക് ഉണ്ടാക്കി വെച്ച മീൻ പൊരിച്ചതൊന്ന് കടായി ആക്കാമെന്ന് വിചാരിച്ച് രാത്രിക്കേക്ക് ഒന്ന് മാറ്റി പിടിച്ചതാണ് കേട്ടോ. പുട്ടും അല്ലെങ്കിൽ എന്തെങ്കിലും ചപ്പാത്തി എന്തായാലും ഉണ്ടാക്കാൻ എനിക്ക് കഴിയില്ല. അപ്പോൾ പുട്ടുണ്ടാക്കുക രാത്രിയെന്ന് വിചാരിച്ച്, അപ്പോൾ അതിലേക്ക് ഞാനൊരു ഗ്രേവി പോലെ നമ്മൾ മീൻ വെച്ചിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഗോതമ്പിൻ്റെ പുട്ടാണ് ഉണ്ടാക്കിയെടുക്കണേ. അതുണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടുണ്ടാക്കാൻ എങ്ങനെയെന്ന് വെച്ചാൽ, നമ്മൾ ഗോതമ്പ് പൊടി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വെള്ളം ഇതായതിനു ശേഷം മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അപ്പോൾ അങ്ങനെ ചെയ്താൽ നല്ല സോഫ്റ്റുള്ള കിട്ടും. പിന്നെ എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഇതാണ് പഴം ചുട്ടെടുക്കുക എന്നുള്ള സംഭവം. അതെനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. നമ്മൾ അടുപ്പിലൊക്കെ തീ കൂട്ടുമ്പോഴേ ഈ ഒരു പരിപാടി നടക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ പുട്ടിലേക്ക് ആ ഒരു കോമ്പിനേഷനാണ് എടുത്തത്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾ ഏകദേശം നൈറ്റ് ആയി തുടങ്ങി. അപ്പം നമ്മൾ അടുത്തൊരു അടിപൊളി വീഡിയോ വരുന്നവരെ തൽക്കാലം നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.